നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് യുഡിഎഫുമായി സഹകരിക്കുന്ന എല്ലാ കക്ഷികളെയും ഒപ്പം നിർത്തി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അതിൽ പി.വി. അൻവറിന്റെ പിന്തുണയും മുതൽക്കൂട്ടാകുമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ ലീഗ് ഒരു മധ്യസ്ഥതയും വഹിക്കുന്നില്ല പി.വി. അൻവറിന്റെ കാര്യത്തിലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ പി.വി. അൻവർ വീണ്ടും വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം നടത്തിയ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ലീഗ് ഇതിൽ ഇടപെടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമ്മളോട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള PMA സലാം വിശദീകരിക്കും. പി.വി. അൻവർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് VD സതീശൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വഞ്ചിച്ചു, ആ നിലയിൽ തന്നെ കത്രിക പൂട്ടി, അതുപോലെ തന്നെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും തന്നെ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുണ്ടായില്ല. രൂക്ഷമായ വിമർശനം ഇന്ന് പി.വി. അൻവർ നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പി.വി. അൻവറിന്റെ വിഷയത്തിൽ ഇപ്പോഴുള്ള നിലപാട് എന്താണ്? പി.വി. അൻവറിൻ്റെ കാര്യത്തിൽ UDF-ലെ ഘടകകക്ഷികൾക്കൊക്കെ ഏകാഭിപ്രായമാണ്. ഈ മാസം 2-ാം തീയതി കോഴിക്കോട് ചേർന്ന UDF യോഗത്തിൽ അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ബഹുമാനപ്പെട്ട UDF ചെയർമാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അൻവറിനെ അറിയിച്ചിട്ടുമുണ്ട്. എൻ്റെ വിശ്വാസമനുസരിച്ച്, അറിവനുസരിച്ച് പ്രിയപ്പെട്ട അൻവർ അതിന് അനുകൂലവുമാണ്. പിന്നെ എവിടെയാണ് പാളിച്ചകൾ പറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അൻവറുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും മുസ്ലിം ലീഗ് നേതൃത്വമൊക്കെ അൻവറുമായി സംസാരിച്ചിട്ടുണ്ട്. അൻവർ ഇങ്ങോട്ടും ഇന്നലെയും സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ UDF-മായി യോജിച്ച് പോകാനുള്ള ഒരു മനസ്സാണ് അൻവർ കാണിക്കുന്നത്. എവിടെയാണ് പാകപ്പിഴവുകൾ വന്നത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് അൻവറിന്റെ അടുത്തുനിന്ന് അത്തരമൊരു പ്രതികരണം ഉണ്ടായത്. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ആര്യാടൻ ഷൗക്കത്ത് ശ്രമിച്ചു, അതുൾപ്പെടെ UDF നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം VD സതീശനും അങ്ങനെ പറഞ്ഞത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും അത് പ്രതീക്ഷിച്ചതല്ല അൻവറിന്റെ ഭാഗത്ത്, അങ്ങനെയാണോ? അല്ല, ആ പ്രസ്താവനയെക്കുറിച്ച് എല്ലാ ഭാഗത്തു നിന്നും വളരെ മോശമായ അഭിപ്രായമാണ് വന്നത്. UDF-മായി സഹകരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഒരു UDF പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിക്കെതിരെ അപമര്യാദയായി സംസാരിക്കുക എന്നത് ശരിയല്ലല്ലോ. ആ കാര്യത്തിൽ അൻവറിനോട് പ്രതിഷേധം UDF-ന്റെ എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗ് അടക്കം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ രാത്രി പത്രക്കാരോട് പറഞ്ഞത് അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വികാരമായി വന്നതാണ്, വ്യക്തിപരമായ അഭിപ്രായമല്ല എന്നൊക്കെ അദ്ദേഹം ഇന്നലെ രാത്രി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് VD സതീശൻ നേരത്തെ നിലപാട് പറഞ്ഞു എന്ന് പറയുമ്പോൾ UDF-ലേക്ക് ഒരു കക്ഷിയായി തൃണമൂൽ കോൺഗ്രസിനെ എടുക്കുമെന്ന കാര്യത്തിലാണോ, അതോ പിന്തുണ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിലനിർത്തുമെന്ന കാര്യത്തിലാണോ? എന്തായിരുന്നു ആ തീരുമാനം? തീരുമാനം പറയാൻ, ഔദ്യോഗികമായി തീരുമാനം പ്രഖ്യാപിക്കാൻ UDF ചെയർമാനെയാണ് യോഗം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആ തീരുമാനം എല്ലാവർക്കും അറിയാം, പുറത്ത് വന്നു കഴിഞ്ഞു. അത്യാവശ്യം UDF ചെയർമാൻ തന്നെ കഴിഞ്ഞ ദിവസം അത് വിശദീകരിക്കുകയും ചെയ്തു. അത് പറഞ്ഞിട്ടുള്ളത് UDF-മായി സഹകരിക്കുന്ന ഒരു കക്ഷി എന്ന നിലയ്ക്ക് തൽക്കാലം മുന്നോട്ട് പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്നതാണ്. UDF-മായി സഹകരിക്കുന്ന കക്ഷികൾ, ഇപ്പോൾ UDF-മായി സഹകരിക്കുന്ന മറ്റ് കക്ഷികളുണ്ടല്ലോ, UDF-ൽ ഇല്ല എന്നാലും UDF-മായി സഹകരിക്കുന്നുണ്ട്. UDF-ന്റെ പിന്തുണയോട് MLA-മാരായിട്ടുണ്ട്. UDF-ന്റെ പാർലമെൻ്ററി പാർട്ടിയിൽ അംഗമായൊക്കെ നിൽക്കുന്ന കക്ഷികളുണ്ട്. അതുപോലൊരു കക്ഷിയായി തൽക്കാലം തുടരാൻ, ബാക്കി കാര്യങ്ങൾ വരുന്ന നാളുകളിൽ തീരുമാനിക്കാം എന്നതാണ് UDF-ന്റെ തീരുമാനം. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അൻവർ പറയുന്നത്. അങ്ങനെ അൻവർ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അൻവർ അത് അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അറിവ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഏതായിരുന്നാലും ഞങ്ങൾ ശുഭപ്രതീക്ഷയുണ്ട്. കാരണം അൻവർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ഒരേ കാര്യമാണ്. ഇപ്പോൾ UDF-ന്റെ ലക്ഷ്യം തന്നെയാണ് അൻവർ വളരെ ശക്തമായി നിലമ്പൂരിൽ മുന്നോട്ട് വെച്ചത്. ഈ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തണം, വികസന വിരുദ്ധതയെ, വർഗീയതയെ താലോലിക്കുന്ന നിലപാട്, ഇതൊക്കെയാണ് അൻവർ മുന്നോട്ട് വെക്കുന്നത്. ഈ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അൻവർ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാടെന്താ? അല്ല, മുസ്ലിം ലീഗ് അല്ലല്ലോ അതിൽ നിലപാടെടുക്കേണ്ടത്. അതിൽ നിന്ന് പിന്മാറണമെന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ടോ? അല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ജനജീവിതം ദുസ്സഹമായ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന UDF-ന്റെ നിലപാടാണ് ഇതുവരെ അൻവർ പറഞ്ഞിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയെ പരാജയപ്പെടുത്തണം, അതിൽ അൻവർ ഞങ്ങളോട് സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് പൂർണ്ണമായിട്ടും UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം, അതാണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനായിട്ടില്ലല്ലോ, സ്ഥാനാർത്ഥി വന്നിട്ടില്ലല്ലോ. തൃണമൂൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. മമതാ ബാനർജി ഉൾപ്പെടെയെത്തും മന്ത്രിമാരെത്തും MP-മാരെത്തും എന്ന് ഇപ്പോൾ അൻവർ പറഞ്ഞിട്ടുണ്ട്. അത് മത്സരിക്കുകയാണെങ്കിലാണ്, മത്സരിച്ചിട്ടില്ല, മത്സരിക്കാനുള്ള തീരുമാനം വന്നിട്ടില്ല. ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്, അത് ഫുൾഫിൽ ആയില്ലെങ്കിൽ ആലോചിക്കും എന്ന് പറയാനുള്ള അധികാരവും അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ പാർട്ടിയുടെ നേതാവാണല്ലോ, ആ പാർട്ടിക്ക് എന്തു തീരുമാനിക്കാം. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്നതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക, അതിൽ രണ്ടു കൂട്ടർക്ക് ഏകാഭിപ്രായമാണ്.
പിന്നെ എവിടെയാണ് ഭിന്നിപ്പ് എന്നത് പരിശോധിച്ച് ഒരുമിച്ച് പോകാൻ കഴിയുന്നിടത്തോളം ഒരുമിച്ച് പോകാനുള്ള ശ്രമങ്ങൾ UDF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവും. അൻവർ പറയുന്നത് ജനദ്രോഹ നയങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. സുജിത് ദാസ്, അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസുകാർ ഇവിടെ നടപ്പിലാക്കിയ പലതരത്തിലുള്ള നടപടികൾക്കെതിരെയാണ് സംസാരിച്ചത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. പിന്നെ എന്തിനാണ് തന്നോട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ആദ്യഘട്ടം മുതൽ തന്നെ അൻവറിനെ പിന്തുണക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അൻവർ ഇത് പരസ്യ പ്രതികരണമായ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കളോട് ആ തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ട് വീണ്ടും അൻവറിനെ ചേർത്ത് നിർത്താനുള്ള നിർദ്ദേശം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുമോ? അല്ല, കോൺഗ്രസ് അൻവറിനെ എടുക്കരുത് എന്നൊരു തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ലല്ലോ. അൻവറിൻ്റെ നയം എന്താണെന്ന് അൻവർ വ്യക്തമാക്കണം എന്നതാണ്, അൻവറാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. വളരെ വ്യക്തമാണ്. അൻവറിന് UDF-മായി സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിലപാട് അദ്ദേഹത്തിന് പറയാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുമെന്നല്ലേ ആ വാക്കിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, ഇന്നും അൻവർ പറഞ്ഞത് ബഹുമാനപ്പെട്ട UDF-ൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനെ കാണുന്നതാണ്. അതായത് UDF-നെ കാണുന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ VD സതീശൻ പറഞ്ഞത് അൻവർ നിലപാട് പറയട്ടെ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അൻവർ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് UDF-നെ സംബന്ധിച്ച് സ്വീകാര്യമാണോ? നിലപാട് അൻവർ പറഞ്ഞിട്ടില്ല. അൻവർ പറഞ്ഞ നിലപാട് UDF-ൻ്റെ നേതാവിനെ കാണുന്നതാണ്, ശ്രീ KCയെ കാണുന്നതാണ്. അല്ല, VD സതീശനെ കണ്ട് അക്കാര്യങ്ങളിലൊക്കെ ഒന്നും തന്നെ തൃപ്തിയല്ലാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ KCയെ കാണുമെന്ന് പറയുന്നത്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. ഒരു പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ചർച്ചകൾ പൂർത്തിയാകാതിരുന്നാൽ മുതിർന്ന ആളുകളെ കാണലും സ്വാഭാവികമാണ്. എന്ന് വെച്ചാൽ UDF-ൽ ഇപ്പോഴും അൻവറിന് പ്രതീക്ഷയുണ്ട് എന്നാണല്ലോ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അൻവറിനെ തള്ളി പറയാനോ അൻവറിൻ്റെ തെറ്റാണെന്ന് പറയാനോ ഒന്നും നമുക്ക് സാധ്യമല്ല, കഴിയില്ല. അൻവർ UDF-ൻ്റെ കൂടെ ഉണ്ടാകും, നമ്മുടെ നയത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിലമ്പൂരിൽ ഫിറ്റല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന വാദത്തിൽ അൻവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF-നെ പിന്തുണക്കുന്നു എന്ന് പറയുമ്പോൾ അണികളിൽ ഉൾപ്പെടെ ആശയക്കുഴപ്പം ഉണ്ടാകില്ല. UDF-നെ പിന്തുണയ്ക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം വരുമ്പോൾ അങ്ങനെയല്ല. UDF-നെ പിന്തുണയ്ക്കാൻ അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്തരം പ്രസ്താവനകൾക്ക് സ്ഥാനമില്ലല്ലോ. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ നിലപാട് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഒരു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടാകാതെ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പാകത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ലീഗിന് അതാണ് പറയാനുള്ളത്. തീർച്ചയായും UDF-ൽ അങ്ങനെ തന്നെയാണല്ലോ. UDF-ൽ ഒറ്റക്കെട്ടായി ഒരു അപശബ്ദം പോലും ഇല്ല. ഒരു നേതാവോ ഒരു പ്രവർത്തകനോ ഒരു പാർട്ടിയോ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏകകണ്ഠമായിട്ടാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റതും എതിരേറ്റതും. ഇന്നലെ അതിൻ്റെ പ്രാരംഭ യോഗമൊക്കെ നടന്നതും ഇന്ന് മുതൽ നടക്കാൻ പോകുന്ന എല്ലാ യോഗങ്ങളും വ്യക്തമാക്കും. UDF ഒറ്റക്കെട്ടാണ്. LDF അൻവറിനെ സംബന്ധിച്ച് അൻവർ LDF-ൻ്റെ ഭാഗമായിരുന്നു. ആ LDF-ലാണ് ആശയക്കുഴപ്പമുണ്ടായി അൻവർ സത്യങ്ങൾ തുറന്ന് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് UDF-ൻ്റെ അഭിപ്രായങ്ങളോടൊപ്പം വന്നത്. അത് പിന്നെ LDF-ലെ കുഴപ്പമാണ്. ഒറ്റ കാര്യം ശ്രീ PM സലാം, അതായത് PV അൻവറിനെ നേരത്തെ ധാരണയുണ്ടായിരുന്നു, VD സതീശനാണത് പ്രഖ്യാപിക്കേണ്ടിരുന്നു അങ്ങ് പറഞ്ഞു. അത് PV അൻവറിനെ UDF-ൽ ഒരു അസോസിയേറ്റ് കക്ഷിയാക്കാനുള്ള ഒരു ധാരണയായിരുന്നു, അങ്ങനെയായിരുന്നു? UDF അങ്ങനെയാണ് തീരുമാനിച്ചത്. പ്രധാനപ്പെട്ട വാർത്തയാണ് അത്. PM സലാം തന്നെ അംഗീകരിക്കുന്നുണ്ട്. UDF അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. അതിന്റെ മുൻപ് തന്നെ UDF-ന്റെ നേതാക്കൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയല്ല, അത് പിന്നെ അൻവറിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ UDF-ലെ ഒരു ഘടകകക്ഷി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള അവകാശം UDF-ന് ആ ഘടകകക്ഷിക്കാണ്. എല്ലാവരും UDF-ലെ എല്ലാ ഘടകകക്ഷികളും അംഗീകരിച്ചു. ആ അംഗീകാരത്തിൻ്റെ കൂടെ നിൽക്കണം. അതിന് അൻവറിൻ്റെ ഭാഗത്തുനിന്ന് അന്നുണ്ടായ പ്രസ്താവന വളരെയേറെ ഖേദകരമാണ് എന്ന് UDF-ലെ എല്ലാ കക്ഷികളും മുസ്ലിം ലീഗ് അടക്കം വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. അത് അൻവറിനോട് പറഞ്ഞിട്ടുണ്ട്. അസോസിയേറ്റ് കക്ഷിയാക്കാമെന്നുള്ളത് അൻവറിനോട് ആശയവിനിമയം നടത്തിയ സമയത്ത് അംഗീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF അന്ന് തീരുമാനിച്ചത് UDF-മായി സഹകരിച്ച് അൻവറിനെ കൊണ്ടുപോകാം, സഹകരിക്കുന്ന കക്ഷിയായി നിലനിർത്താം, ബാക്കി കാര്യങ്ങൾ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന് ശേഷം തീരുമാനിക്കാം എന്നാണ് UDF-ൻ്റെ തീരുമാനം. ആ തീരുമാനം ബഹുമാനപ്പെട്ട UDF ചെയർമാൻ VD സതീശൻ നേരിട്ട് അൻവറിനോട് പറയുകയും അതിന് പുറമെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പത്രസമ്മേളനങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമാണത്.